നമസ്കാരം. കഴിഞ്ഞ 2 മാസമായി ഇന്ത്യൻ മാർക്കറ്റ് അണ്ടർ പെർഫോം ചെയ്യുന്നതിന് പിന്നിലെ ഏറ്റവും പ്രധാന കാരണം മിഡിൽ ഈസ്റ്റ് ക്രൈസിസ് ആണ്. മിഡിൽ ഈസ്റ്റ് ക്രൈസിസ് പല ഇന്ത്യൻ ബിസിനസ്സുകളെയും പ്രതികൂലമായി ബാധിക്കുകയും മിഡിൽ ഈസ്റ്റ് ക്രൈസിസ് മൂലം സപ്ലൈ ചെയിൻ ഡിസ്ട്രപ്ഷൻ ഉണ്ടാവുകയും അത് നിത്യോപയോഗ സാധനങ്ങളുടെ തന്നെ വില വർധനവിൽ കലാശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ മിഡിൽ ഈസ്റ്റ് ക്രൈസിസിൻ്റെ ബെനിഫിറ്റ് ലഭിച്ച ഒരു സെക്ടറിനെ കുറിച്ചും ആ സെക്ടറിലെ ലീഡിംഗ് സ്റ്റോക്കുകളെക്കുറിച്ചുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. മിഡിൽ ഈസ്റ്റ് ക്രൈസിസിൻ്റെ ബെനിഫിറ്റ് ലഭിച്ച ഒരു സെക്ടർ ഷിപ്പിംഗ് ഇൻഡസ്ട്രിയാണ്. പ്രത്യേകിച്ചും പെട്രോളിയം പ്രൊഡക്റ്റുകളും ഹാൻഡിൽ ചെയ്യുന്ന വെരി ലാർജ് ക്രൂഡ് കാരിയർ കാറ്റഗറിയിൽ ഉൾപ്പെട്ട ഷിപ്പിംഗ് കമ്പനികൾ. ഇവിടെ പെട്രോളിയം പ്രൊഡക്റ്റുകളും ഹാൻഡിൽ ചെയ്യുന്ന ഷിപ്പിംഗ് കമ്പനികളുടെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റിൽ അല്ലെങ്കിൽ ചരക്ക് നീക്കത്തിൻ്റെ ചാർജിൽ വലിയ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. മിഡിൽ ഈസ്റ്റ് സംഘർഷം തുടങ്ങുന്നതിന് മുൻപുള്ളതിനേക്കാൾ 4 മടങ്ങ് വരെ ചരക്ക് നീക്കത്തിൻ്റെ റേറ്റ് വർദ്ധിച്ചു കഴിഞ്ഞു. ഡേറ്റ നമ്മൾ പരിശോധിച്ചാൽ മുമ്പ് വെരി ലാർജ് ക്രൂഡ് കാരിയർ സെക്ടറിലെ കമ്പനികൾ ചരക്ക് നീക്കത്തിന് പ്രതിദിനം $40,144 പെർ ഡേ ആയിരുന്നു ചരക്ക് നീക്കത്തിൻ്റെ ചാർജായി വാങ്ങിയിരുന്നതെങ്കിൽ ഇപ്പോഴത് $1,65,162 പെർ ഡേ ആയി ഉയർന്നിട്ടുണ്ട്. അതായത് ചരക്ക് നീക്കത്തിനുള്ള ചാർജിൽ ഗണ്യമായ വർധനവ്, 4 മടങ്ങ് വരെ ചാർജ് വർധനവ് വന്നു കഴിഞ്ഞു. ഇതിൻ്റെ ബെനിഫിറ്റ് ഷിപ്പിംഗ് സെക്ടറിലെ കമ്പനികളിൽ പ്രകടമായി തുടങ്ങുകയും എൻ്റയർ ഷിപ്പിംഗ് സെക്ടറിൽ തന്നെ ഒരു സൂപ്പർ സൈക്കിൾ വന്നു എന്ന് പല അനലിസ്റ്റുകളും അനുമാനിക്കുകയും ചെയ്യുന്നു. സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് വഴിയുള്ള വ്യാപാരം തടസ്സപ്പെട്ടത് മൂലം ഷിപ്പിംഗ് കമ്പനികൾക്ക് ലോങ്ങർ റൂട്ട് ഫോളോ ചെയ്യേണ്ടതായിട്ട് വന്നു. കൂടാതെ മിഡിൽ ഈസ്റ്റിൽ ഉടലെടുത്തിരിക്കുന്ന അസ്ഥിരതയുടെ പശ്ചാത്തലത്തിൽ പല ഷിപ്പിംഗ് കമ്പനികൾക്കും മുകളിലുള്ള ഇൻഷുറൻസ് പ്രീമിയം ഉയരുകയും ഇതിൻ്റെ ഫലമായി ചരക്ക് നീക്കത്തിനുള്ള ചാർജ് വർദ്ധിക്കുകയും ചെയ്തു. ഇതാണ് ഷിപ്പിംഗ് സെക്ടറിലെ കമ്പനികൾ ഡീസൻ്റ് പെർഫോമൻസ് നടത്തിയതിന് പിന്നിലെ പ്രധാന കാരണം. ഇനി ഇതിൻ്റെ ബെനിഫിറ്റ് ലഭിക്കുന്ന 2 ഇന്ത്യൻ സ്റ്റോക്കുകളെ കൂടി പരിചയപ്പെടാം. ഒന്നാമത്തേത് ഗ്രേറ്റ് ഈസ്റ്റേൺ ഷിപ്പിംഗ് കമ്പനിയും രണ്ടാമത്തേത് ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും. ഈ 2 കമ്പനികളും പ്രധാനമായും അവരുടെ ഫ്ലീറ്റ് കപ്പാസിറ്റിയുടെ 70 മുതൽ 75% പെട്രോളിയം പ്രൊഡക്റ്റുകളുടെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. വ്യാഴാഴ്ച ഗ്രേറ്റ് ഈസ്റ്റേൺ ഷിപ്പിംഗ് കമ്പനിയുടെ ക്വാർട്ടർലി റിസൾട്ട് കൂടി പുറത്തു വന്നിരുന്നു. ക്വാർട്ടർലി റിസൾട്ട് പരിശോധിച്ചാൽ തന്നെ കമ്പനികൾ എത്രത്തോളം പ്രോഫിറ്റിലെത്തി എന്നുള്ള കാര്യം നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കൂടാതെ ഈ 2 കമ്പനികളുടെയും അവരുടെ കാർഗോ ഹാൻഡ്ലിംഗ് കപ്പാസിറ്റിയിലും വർധനവ് വന്നിട്ടുണ്ട്. GE ഷിപ്പിങ്ങിൻ്റെ കാർഗോ ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി ഇയർ ഓൺ ഇയറിൽ 3.04 മില്യൺ ഡെഡ് വെയ്റ്റ് ടണ്ണിൽ നിന്നും 3.2 മില്യൺ ഡെഡ് വെയ്റ്റ് ടണ്ണിലേക്ക് ഉയർന്നിട്ടുണ്ട്. കൂടാതെ ആവറേജ് ഫ്രൈറ്റ് റേറ്റ്, അതായത് ചരക്ക് നീക്കത്തിൻ്റെ റേറ്റ് $45,216 പെർ ഡേയിൽ നിന്നും $61,424 പെർ ഡേ ആയി ഉയരുകയും ചെയ്തു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഗ്രേറ്റ് ഈസ്റ്റേൺ ഷിപ്പിംഗ് കമ്പനിയുടെ റവന്യൂ ഇയർ ഓൺ ഇയർ 23.5%, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 51.9%, നെറ്റ് പ്രോഫിറ്റ് 187% ഉയർന്നു. 1,511 കോടി രൂപയുടെ റവന്യൂ ആണ് ഗ്രേറ്റ് ഈസ്റ്റേൺ ഷിപ്പിംഗ് കമ്പനി നേടിയത്. കൂടാതെ കമ്പനിയുടെ പ്രോഫിറ്റ് 188% വർദ്ധിച്ച് 1,041 കോടിയായി ഉയരുകയും കമ്പനിയുടെ ഫ്ലീറ്റ് കപ്പാസിറ്റി 3.19 മില്യൺ ഡെഡ് വെയ്റ്റ് ടണ്ണായി രേഖപ്പെടുത്തുകയും ചെയ്തു. ഇനി ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ പെർഫോമൻസ് നോക്കിയാൽ അതും മികച്ചതാണ്. റവന്യൂ ഇയർ ഓൺ ഇയറിൽ 14.2%, പ്രോഫിറ്റ് മാർജിൻ 40.5%, കമ്പനിയുടെ പ്രോഫിറ്റ് 118% ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ചു കഴിഞ്ഞു. ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ റവന്യൂ 1,018 കോടിയും പ്രോഫിറ്റ് 118% വർദ്ധിച്ച് 404 കോടിയുമായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2 കമ്പനികളുടെയും ROE താരതമ്യപ്പെടുത്തുകയാണെങ്കിൽ ഗ്രേറ്റ് ഈസ്റ്റേൺ ഷിപ്പിംഗ് കമ്പനി അല്ലെങ്കിൽ GE ഷിപ്പിങ്ങിൻ്റെ ROE 18.8%, ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടേത് 15.5%. വാല്യൂഷൻ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിലും GE ഷിപ്പിങ്ങിൻ്റെ വാല്യൂഷൻ 7.4%, ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ വാല്യൂഷൻ 11.5%. മിഡിൽ ഈസ്റ്റിലെ സംഘർഷം തുടരുന്നതും സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ കാര്യമായ പുരോഗതി വരാത്തതുമൊക്കെ ഈ കമ്പനികളുടെ പ്രോഫിറ്റ് ഇനിയും ഉയർത്താൻ സാധ്യതയുണ്ട്. കൂടാതെ ഫ്രൈറ്റ് ട്രാൻസ്പോർട്ടേഷൻ റേറ്റിലും വർധനവ് വരാൻ സാധ്യതയുണ്ടെന്നും ചില റിപ്പോർട്ടുകളിൽ പരാമർശിക്കുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ 2 സ്റ്റോക്കുകളെയും, അതായത് GE ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ തുടങ്ങിയ 2 സ്റ്റോക്കുകളെയും വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഗ്രേറ്റ് ഈസ്റ്റേൺ ഷിപ്പിംഗ് കമ്പനി, ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ തുടങ്ങിയ 2 സ്റ്റോക്കുകളിലും ഇപ്പോൾ കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ ഇൻവെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ഇല്ല. അതേസമയം ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന സ്റ്റോക്കിൽ ഒരു മൾട്ടി ഇയർ റെസിസ്റ്റൻസ് ബ്രേക്കൗട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.
സ്റ്റോക്കിൻ്റെ ചാർട്ട് പാറ്റേൺ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഹയർ ഹൈ ഹയർ ലോ രീതിയിലുള്ള പാറ്റേൺ ആണ് ഫോളോ ചെയ്യുന്നത്. കൂടാതെ വീക്ക്ലി ക്യാൻഡിൽ പാറ്റേണിൽ ഒരു W അല്ലെങ്കിൽ ഡബിൾ ബോട്ടം രീതിയിലുള്ള ബ്രേക്കൗട്ട് വരികയും 300-ന് മുകളിൽ സ്റ്റോക്ക് ഉയരുകയും ചെയ്തു. സ്റ്റോക്ക് ഇപ്പോൾ 331-അടുത്തായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. 300-നടുത്ത് സ്റ്റോക്കിന് ഒരു സ്ട്രോങ് സപ്പോർട്ട് ലഭിക്കുകയും ഇവിടെ നിന്നും 360 എന്ന റെസിസ്റ്റൻസിനെ സ്റ്റോക്ക് ബ്രേക്ക് ചെയ്യുകയും ചെയ്താൽ സ്റ്റോക്കിൽ ഒരു മൾട്ടി ഇയർ ബ്രേക്കൗട്ട് വരാനുള്ള സാധ്യതയുണ്ട്. പിന്നീട് സ്റ്റോക്ക് ലോങ് ടൈമിൽ മികച്ച പെർഫോമൻസ് നടത്താനും സാധ്യതയുണ്ട്. അതുകൊണ്ട് മൾട്ടി ഇയർ ബ്രേക്കൗട്ട് ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂ ഈ 2 സ്റ്റോക്കുകളെയും വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്